ഇപ്പം ഈ ഒരു എനിക്ക് തോന്നുന്നു 4 years ആയിട്ടുണ്ടാവില്ലേ ഡെലോയിറ്റില്? ഞാൻ ഓൾമോസ്റ്റ് 4 years ആയി. സോ 4 years കഴിഞ്ഞിപ്പം EY അതും കേമൻ ഐലൻഡ്സിലാണ്. സോ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എക്സ്പീരിയൻസ് അദ്ദേഹം ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഐ വെൽക്കം യു ഗോകുലേട്ടാ. താങ്ക്സ് അഭയ്. ഞാൻ അഭയ് പറഞ്ഞ പോലെ ഞാൻ ഗോകുൽ ഗിരീഷ്. ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA 2018-2020 ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡെലോയിറ്റിൽ US ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി തന്നെ പ്ലേസ്ഡ് ആയിരുന്നു. പിന്നെ അതിനുശേഷം 4 വർഷത്തോളം ഞാൻ ഡെലോയിറ്റിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ മാസം 19-ാം തീയതി ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ഇപ്പൊ UAE-യിലേക്ക് UAE കേമൻ ഐലൻഡിലേക്ക് പോവാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ MBA ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് എല്ലാവരും എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് എനിക്കറിയില്ല. അപ്പോ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള ഉത്തരമാണ് എൻ്റെ അടുത്ത് നിന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഉത്തരം പറയുകയാണ് എങ്കിൽ നിങ്ങൾക്കും എനിക്കും എളുപ്പമായിരിക്കും തോന്നുന്നു അല്ലേ? അപ്പൊ ഞാൻ ആദ്യം ഒന്ന് തുടങ്ങിയിടാം അങ്ങനെയാണെങ്കിൽ. അത് എന്തുകൊണ്ട് ഓക്കെ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു MBA ബാക്കിയുള്ള MBAയിൽ നിന്ന് വ്യത്യസ്തമാവുന്നു എന്നുള്ളൊരു കാര്യം ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജുകൾ ഒന്ന് ഇൻ ഷോർട്ട് ആക്കിയിട്ട്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകണമെന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പം നമ്മളൊരു ഒരു ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും മറ്റേ നമ്മുടെ USP എന്ന് പറയല്ലോ. അപ്പം ഓക്കെ. അങ്ങനെ ഒരു USP എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് MBAയിലേക്ക് വരുമ്പോൾ? ഓക്കെ. ഇപ്പൊ നമ്മള് MBA ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തന്നെ മറ്റുള്ള കോഴ്സുകളെ വെച്ച് നോക്കുന്ന സമയത്ത് മൊത്തത്തിലൊരു ഡിഫറൻസ് ഉള്ളത് ഇതൊരു കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ നമ്മൾ പ്ലേസ്മെന്റ് ആണ് MBA ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള കോഴ്സൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ, ബാക്കിയുള്ള PG കോഴ്സസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അക്കാഡമിക് ഫീൽഡിലേക്ക് പോകാനോ അല്ലെങ്കിൽ കൂടുതൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് പോകാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. ഇപ്പൊ MBA ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവിടെ കിട്ടാൻ പോകുന്ന പ്ലേസ്മെന്റ്, പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ അവിടെ കൊടുക്കുന്ന ഫീസ്. നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA ചെയ്യുന്നതും പിന്നെ ഒരു B സ്കൂളിൽ നിന്ന് MBA ചെയ്യുന്നതും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് നമ്മൾ കൊടുക്കുന്ന ഫീസാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഒട്ടും ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ കാറ്റ് കോച്ചിങ് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ കാറ്റ് കോച്ചിങ് എടുക്കുന്ന മിക്കവാറും ആൾക്കാർ MBA ചെയ്യാൻ താല്പര്യമുള്ള പല സ്ഥലത്തായിട്ട് MBA ചെയ്ത ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ പലരും B സ്കൂളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുമായിട്ട് പല സ്ഥലത്ത് MBA ചെയ്ത് പുറത്തിറങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്തു എന്ന് കരുതിയിട്ട് നമുക്ക് നല്ല കമ്പനികളിൽ പ്ലേസ്മെന്റ് കിട്ടാതിരിക്കുകയോ ഒന്നുമില്ല. നല്ല പ്ലേസ്മെന്റുകൾ കിട്ടുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് താല്പര്യമുള്ള കോഴ്സസ് എടുക്കുക. പിന്നെ കുറച്ചും കൂടെ ഇപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ തന്നെ പ്ലേസ്മെന്റ് കൂടുതലുള്ള പിന്നെ കോഴ്സസിന് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതാണ് ഈ MBAയിലുള്ള ഡിഫറൻസ്. ഇപ്പൊ നമ്മള് ഒരു B സ്കൂളിൽ ചെയ്യുമ്പോഴും ഇവിടെ ചെയ്യുമ്പോഴും. പിന്നെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടിയും ഒരു നമ്മളൊരു BCom കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി നമ്മൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടേ നമുക്ക് MBA നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുമ്പോൾ തോന്നുള്ളൂ. ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ കൂടെ നമുക്ക് കുറച്ചധികം സബ്ജക്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു സാധാ ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്ന ഒരു ലാഘവത്തോടെ നമുക്ക് MBA കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, അതെ അതെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചും കൂടിയും നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്ക് പഠിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതൊരു നല്ല തുടക്കമാണെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള, കാരണം ഇവർക്ക് എപ്പോഴും പ്ലേസ്മെന്റ്സിനെ പറ്റിയും അതുപോലെ തന്നെ കോഴ്സിനെ പറ്റിയും ഒക്കെ തന്നെ പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചോദിക്കാം. ഉത്തരം തരാൻ പറ്റിയ ഒരാളാണ് മുന്നിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ യാതൊരു മടിയും വേണ്ട, നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. സപ്പോസ് അതിലെന്തെങ്കിലും തന്നെ അപ്പം റിഫാസ് ചോദിച്ചോളൂ. സോ MBA സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചോളൂ. അതായത് ഇപ്പൊ ഇതിൽ ചെറിയ സംശയം വലിയ സംശയം ഒന്നും ഇല്ല, നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്, ചാറ്റിൽ കാണുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ CUET-നെ സംബന്ധിച്ചാണ്. ഞാൻ MBA ചെയ്യുന്ന സമയത്ത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ CUET അങ്ങനത്തെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല.
ആ സമയത്ത് വേറൊരു എക്സാം ആയിരുന്നു. സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റികൾക്കെല്ലാം സെപ്പറേറ്റ് എക്സാംസ് ആയിരുന്നു. അത് കൂടാതെ മിക്കവാറും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ കാറ്റ് സ്കോർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ കാറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ബി സ്കൂളുകളും നമുക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യാൻ പറ്റും ആ സെയിം സ്കോർ വെച്ചിട്ട്. CUET അക്സെപ്റ്റ് ചെയ്യുന്ന സെർട്ടൻ കോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഈവൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോലും അവർ ഓഫർ ചെയ്യുന്ന 3 MBA കോഴ്സസ് ഉണ്ട്. ഒന്ന് ജനറൽ MBA, നമ്മുടെ സാധാരണയായി വരുന്ന ഈ ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻസ് എല്ലാം വരുന്ന ജനറൽ MBA, അതൊരു കാറ്റഗറി. പിന്നെ ഹെൽത്ത് കെയർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു MBA ഉണ്ട്. പിന്നെ ബിസിനസ് അനലിറ്റിക്സ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു MBA കൂടി ഉണ്ട്. ഈ 2 MBAക്കും പണ്ട് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ആയിരുന്നു, ഇപ്പൊ CUET ത്രൂ ആണ് സ്റ്റുഡൻസിന് എടുക്കുന്നത്. ഞാൻ CUETക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൻട്രൻസിനോ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാനത് അറ്റംപ്റ്റും ചെയ്തിട്ടില്ല. ഞാൻ കാറ്റ് ആയിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പൊ അതിനകത്ത് ഈ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഈ 3 കാറ്റഗറി ആയിട്ട് വരുന്ന എക്സാം ആണ്. നിങ്ങൾ ഓൾറെഡി അത് നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിലെന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാനത് എനിക്ക് എല്ലാം കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ ശ്രമിക്കാം ആൻസർ ചെയ്യാനായിട്ട്. അത് റിലേറ്റഡ് ആണോ ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ആണ് ആക്ച്വലി ഗൂഗിളാണ് സോൾവ് ചെയ്യാൻ എനിക്കൊന്നും എളുപ്പം ഉണ്ടാവുക. ആസ് എൻ MBA കഴിഞ്ഞിട്ട് എന്തെന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മുന്നിലേക്ക് എത്തും. സോ ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെ കുറച്ചുകൂടെ നല്ല ഈ പറഞ്ഞ പോലെ എങ്ങനെ ഡെലോയിലെത്തി, അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ഫേംസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് റോൾസ് ആണ് ഉണ്ടാവുക, അങ്ങനെ കരിയർ ഓറിയന്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഫൈസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? സോ അങ്ങനെ ബെറ്റർ ഫേംസ് എന്നാണ്. ഇപ്പൊ പരീക്ഷയെ സംബന്ധിച്ച് ഓക്കെ പരീക്ഷയുണ്ട്, പക്ഷെ പരീക്ഷ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള അവസരങ്ങളെ പറ്റി കൂടെ അവെയർ ആവുകയാണെങ്കിൽ നന്നായിരിക്കും. സോ അങ്ങനത്തെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ആയിട്ട് ചോദിക്കാം, കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. അതിനിടയിലൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു ഡെലോയിലേക്ക് എങ്ങനെ എത്തി, പ്ലേസ്മെന്റ്സ് എങ്ങനെയായിരുന്നു, ഈ പറഞ്ഞ പ്ലേസ്മെന്റ്സിൽ ബാക്കിയുള്ള സബ്ജക്ട്സ്, ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ ടീച്ചിങ്ങിന് തന്നെയാണല്ലേ വരാറ്, MBA ഒഴിച്ചു കഴിഞ്ഞാല്. ബാക്കി ഈ പറഞ്ഞ MBAയിലേക്ക് വരുമ്പോ എങ്ങനെയായിരുന്നു പ്ലേസ്മെന്റ് ഒരു രീതി? ആക്ച്വലി MBA ആവുമ്പോൾ എല്ലാരും നോക്കുന്നത് പ്ലേസ്മെന്റ്സിനായിരിക്കുമല്ലോ. കൂടുതലും ഈ അക്കാഡമിക്സ് ഫീൽഡിലേക്ക് പോകുന്നതിൽ കൂടുതൽ ആൾക്കാർ നോക്കുന്ന പ്ലേസ്മെന്റ്സ് ആയിരിക്കും. അപ്പോൾ ഇപ്പൊ B സ്കൂളിൽ പോവാന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേസ്മെന്റ് വിങ് ഉണ്ടാവും. അതിന് സെപ്പറേറ്റ് ഒരു ഒരു അവിടെ എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കും ഇതിനു വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നത്. പക്ഷെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരു പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ MBA ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒരു പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ഉണ്ടാവും. അത് അവിടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഫസർ ആയിരിക്കാം. അപ്പൊ പിന്നെ ഒരു സ്റ്റുഡന്റ് കോർഡിനേറ്ററോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സോ ഉണ്ടാവും. ഇവരാണ് പ്ലേസ്മെന്റ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സെക്കൻഡ് ഇയർ ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം മുതൽ തന്നെ നമ്മൾ കമ്പനീസിനെ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങും നമ്മുടെ പ്ലേസ്മെന്റ്സിന് വേണ്ടിയിട്ട്. സമ്മർ ഇന്റേൺഷിപ്പിന് വേണ്ടിയും പ്ലേസ്മെന്റ്സിന് വേണ്ടി നമ്മൾ കമ്പനീസിനെ ഇൻവൈറ്റ് ചെയ്യും. അത് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ ഈ പ്ലേസ്മെന്റ് കോർഡിനേറ്റേഴ്സും പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഈ പ്ലേസ്മെന്റ് കോർഡിനേറ്ററും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളാണ് കൂടുതലായിട്ട് ഈ പ്ലേസ്മെന്റ് സെല്ലിൽ ഇൻവോൾവ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ റെഗുലർ ആയിട്ട് വരുന്ന കമ്പനീസ് വരികയും ചെയ്യും. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മുടെ അലുമിനൈ നെറ്റ്വർക്കും ബാക്കി ഉള്ള റിസോഴ്സും വെച്ചിട്ട് നമ്മൾ ബാക്കി കമ്പനീസിനെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ വേണം ഇതിനു വേണ്ടി ഈ കമ്പനീസിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് നമുക്ക് പുതിയ കമ്പനീസിനെ കൊണ്ടുവരാനും പിന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നമ്മൾ വേണം ട്രൈ ചെയ്യാനായിട്ട്. നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു MBA ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്യുന്ന സമയത്ത് അവിടെ ടോട്ടൽ ഫീസ് ആയിട്ട് വന്നത് എനിക്ക് ടോട്ടൽ ഫീസ് ആയിട്ട് ട്യൂഷൻ ഫീസ് ആയിട്ട് വന്നത് 1.5 lakhs ആയിരുന്നു. നമ്മളൊരു B സ്കൂളിൽ പ്രൈവറ്റ് B സ്കൂളിൽ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു B സ്കൂളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു 6 lakhs മിനിമം ഫീസ് ഉണ്ടായിരുന്നു. ഞാൻ വേറെയും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അതെ, CUET മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയോ ഇപ്പോൾ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റി കിട്ടാനായിട്ട്? അത് എനിക്ക് ഫുള്ളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ MBAക്ക് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോഴ്സിന് വേണ്ടി അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്കോർ ഏതാന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇപ്പോ MBA ഫിനാൻസിൽ എടുക്കാനാണോ മാർക്കറ്റിംഗിൽ എടുക്കാനാണോ താല്പര്യം എന്നുണ്ടെങ്കിൽ, അത് ഏത് യൂണിവേഴ്സിറ്റി നിന്നാണോ എടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അവര് ഏത് സ്കോറാണോ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച്
നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. CUET ആക്സെപ്റ്റ് ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്. പക്ഷേ ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെയും ജനറൽ MBAക്ക് CAT ആണ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. CUET ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയോ എന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കേണ്ടി വരും. ഇല്ലെന്നാണ് എന്റെ അറിവ്. പക്ഷെ CAT ആണ് അവിടേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു അറിവില്. പിന്നെ ഈ MBA ഹെൽത്ത് കെയർ, MBA ബിസിനസ് അനലിറ്റിക്സ്, MBA ഇന്റർനാഷണൽ ട്രേഡ്, ആ കോഴ്സസിനൊക്കെ CUET ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പോണ്ടിച്ചേരിയിലായാലും HCLായാലും. MBA ഡിഫറെന്റ് സ്ട്രീംസ് ഒന്ന് പറയാമോ? നമ്മൾ നോർമലായിട്ട് കാണുന്ന സ്ട്രീംസ് ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻസ്, ഇതെല്ലാമാണ് സാധാരണയായിട്ട് നമ്മളെല്ലായിടത്തും കണ്ടുവരുന്ന MBA കോഴ്സസ്, MBA സ്പെഷ്യലൈസേഷൻസ്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗിലായിരുന്നു. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ഫിനാൻസിലാണ്. US ടാക്സേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഫിനാൻസ് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പല 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 കാറ്റഗറീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ നമുക്ക് പോവാം. അല്ല ഫിനാൻസിൽ ഇപ്പോ അസറ്റ് മാനേജ്മെന്റ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇപ്പൊ ടാക്സേഷൻ, അപ്പൊ ഈ പറഞ്ഞ ഫീൽഡിലൊക്കെ ഇത് മാത്രമല്ല ഒരുപാട് കാറ്റഗറി ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിംഗിലാണെങ്കിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. പിന്നെ വേറെ ടൈപ്പ് ഇപ്പോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് കോഴ്സസ്, മാർക്കറ്റിംഗ് ഫീൽഡ് ഉണ്ട് ജോബ് മാർക്കറ്റിൽ. അപ്പൊ നമുക്ക് ഇപ്പൊ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ പല കാറ്റഗറി ഉണ്ടാവും. നമുക്ക് അതിൽ കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് നമ്മൾ എടുക്കുക വേണ്ടത്. ഇപ്പോ നമ്മുടെ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ എന്റെ ഇൻട്രസ്റ്റ് MBA എടുക്കുന്നതിന് മുന്നേ MBAക്ക് പ്രിപ്പയർ ചെയ്യുന്നത്, CATന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല ഫസ്റ്റ് ഇയറിൽ. അപ്പൊ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഞാൻ എടുക്കാൻ തീരുമാനിച്ച സ്പെഷ്യലൈസേഷൻ ഞാൻ മാറ്റി. ഞാൻ ഫിനാൻസും ബിസിനസ് അനലിറ്റിക്സ് ചെയ്യാനായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ പിന്നെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റി അറിഞ്ഞ സമയത്ത് മാർക്കറ്റിംഗ് ആയിരിക്കും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടും. നമുക്ക് ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്ത് നമുക്ക് തീരുമാനിച്ചാൽ മതി നമുക്ക് ഏത് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം എന്ന്. ഫസ്റ്റ് ഇയർ എല്ലാവർക്കും കോമൺ ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലല്ല, MBAസിൽ അറ്റ്ലീസ്റ്റ്. പിന്നെ ഇത് കൂടാതെ സ്പെഷ്യലൈസേഷൻസ് ഉള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ ഈ ഇന്റർനാഷണൽ ട്രേഡ് വരുന്നുണ്ട്, ഓണ്ടർപ്രണർഷിപ്പ് വരുന്നുണ്ട്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഉണ്ട്, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, പിന്നെ ബിസിനസ് അനലിറ്റിക്സ്. ഇതൊക്കെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊവൈഡ് ചെയ്യുന്ന MBA സ്പെഷ്യലൈസേഷൻസ് എനിക്ക് തോന്നുന്നു. MBA ചെയ്യാൻ ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ബെസ്റ്റ്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ ഏറ്റവും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല MBA ഓഫർ ചെയ്യുന്നത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെന്നാണ്. റാങ്കിങ്ങിലാണെങ്കിലും പ്ലേസ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ബെറ്റർ ആയിട്ടുള്ളത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അവിടുത്തെ ബിസിനസ് അനലിറ്റിക്സ് കോഴ്സ് ആയാലും MBA ജനറൽ ആണെങ്കിലും നല്ല പ്ലേസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവറേജ് പാക്കേജ് ആണെങ്കിലും സാധാ നോർമൽ നമ്മൾ B സ്കൂളിലൊക്കെ കിട്ടുന്ന പാക്കേജ് മാച്ച് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ നമ്മൾ കൊടുക്കുന്ന ഫീസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണെങ്കിൽ കൂടെ. വിച്ച് വൺ ഈസ് ബെറ്റർ, MBA ഹൈദരാബാദ് ഓർ PU? എന്റെ ഒപ്പീനിയനിൽ ഞാൻ കുറച്ച് ബയാസ്ഡ് ആയിരിക്കും ചിലപ്പോ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. റാങ്കിങ്ങിലാണെങ്കിലും എന്റെ പേഴ്സണൽ ഇതിലാണെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ജനറൽ MBA ആയിരിക്കും. ഇൻ കേസ് PUവിൽ സെപ്പറേറ്റ് ഒരു സ്പെസിഫിക് സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് അതിലാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ PUവിൽ ചെയ്യുന്നതിൽ തെറ്റില്ല. PU പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അവിടെ അവൈലബിൾ ആയിട്ടുള്ള നല്ല കോഴ്സ് അവിടെ ഉള്ളൂ. യെസ്. പിന്നെ ഇത് നമ്മുടെ ഇൻട്രസ്റ്റിൽ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിപ്പോ ടൂറിസം എല്ലാവർക്കും പറ്റിയ കാര്യമായിരിക്കില്ല ചിലപ്പോ. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജനറൽ MBA ചെയ്യുന്നതിൽ നല്ലത് എന്തുകൊണ്ട് നല്ലതായിരിക്കും PUവില് ടൂറിസം സ്പെഷ്യലൈസ് ചെയ്ത് MBA ചെയ്യുന്നത്. MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇത് ഓപ്പറേഷൻസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരെണ്ണുള്ളതായിട്ട് എനിക്ക് അറിയില്ല. ഏത് യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇപ്പം കുറഞ്ഞ എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി പോണ്ടിച്ചേരിയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറഞ്ഞിടങ്ങളിലായിട്ട് അങ്ങനെ ഒരു കോഴ്സ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ എനിക്ക് തോന്നുന്നു അത് പക്ഷേ കുറെയൊക്കെ HR ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്.
ഓക്കെ. അപ്പൊ ഇതിലിപ്പം വേറെ ഡൗട്ട് വന്നത് വാട്ട് അബൌട്ട് HR എന്ന് ചോദിച്ചിട്ടുണ്ട് ഫായിസ് സലീം. ഓക്കെ. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വർക്ക് ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ HR എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മള് റിക്രൂട്ട്മെന്റ് മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനൊരു ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് വലിയൊരു ഓർഗനൈസേഷൻ എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് കാറ്റഗറി, ഒരുപാട് ഡിവിഷൻ, സബ് ഡിവിഷൻസ് ഉണ്ടാവും HR തന്നെ. അപ്പോ മേ ബി നമ്മൾ പേറോളിലായിരിക്കാം. പിന്നെ വേറെ വരുന്നതാണ് പ്ലേസ്മെന്റ്സ് ഉണ്ട്. പിന്നെ അത് ഇന്റേണൽ പ്ലേസ്മെന്റ്സ് ഉണ്ട്, ഇന്റേണൽ മൊബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് ഉണ്ട്. പിന്നെ പിന്നെ ഡയറക്റ്റ് കമ്പനി ടു കമ്പനി റിക്രൂട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഒരുപാട് കാറ്റഗറി ഓഫ് ഡിവിഷൻസ് ഉണ്ട് ഇപ്പൊ ഈ HR ൽ തന്നെ. അപ്പൊ നമ്മള് ആ കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഏത് HR-ലാണെങ്കിൽ തന്നെ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം, അത് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാച്ച് ചെയ്യുന്നതാണോ എന്ന് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ HR എടുക്കാനായിട്ട്. MBA കഴിഞ്ഞപ്പോൾ എന്തൊക്കെ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ് പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ട്. MBA കഴിഞ്ഞപ്പോ ടൈം മാനേജ്മെന്റ് ഒരു വലിയൊരു സംഭവം പഠിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കൂടെ നമ്മൾ MBA കവർ ചെയ്യുന്ന നമ്പർ ഓഫ് കോഴ്സസ് കൂടുതലാണ്. ബാക്കി ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സാധാരണ ഒരു സെമസ്റ്ററിൽ, എനിക്കറിയില്ല, ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ സാധാരണ ഒരു 4-5 സബ്ജക്ട് ഒരു സെമസ്റ്ററിൽ പഠിക്കുമ്പോൾ നമുക്കൊരു MBA-ലാണെങ്കിൽ ഒരു 9-10 കോഴ്സസ് ഉണ്ടാവും, 9-10 സബ്ജക്ട്സ് ഉണ്ടാവും ഒരു സെമസ്റ്ററിൽ. അപ്പൊ നമ്മൾ ഒരുപാട് ക്ലാസ്സസ് ഉണ്ടാവും. ഇപ്പൊ സാധാരണ ബാക്കി എല്ലാവരും ഹാഫ് ഡേ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് ലൈബ്രറിയിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പിന്നെ ഈ എല്ലാ സബ്ജക്ട്സിനും നമുക്ക് അസൈൻമെന്റ്സും പിന്നെ പ്രസന്റേഷൻസും ഇതെല്ലാം മാറി മാറി വരും. എന്നാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ MBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതൊരു ടൈം മാനേജ്മെന്റ് നമുക്ക് MBA കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായൊരു അഡീഷണൽ സ്കില്ലാണ്. എനിക്ക് MBA ചെയ്തപ്പോൾ കിട്ടിയ ഒരു സ്കില്ലാണ്. പിന്നെ പിന്നെ മൊത്തത്തിലൊരു എന്താ പറയാ, മാനേജ്മെന്റ് സ്കില്ലാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അത് എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ടോപ്പ് MBA എക്സാംസ് ഒന്ന് പറയാമോ? ഓക്കെ. സോ MBAക്ക് മേജർ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എക്സാംസ് വരുന്നത് CAT ആണ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസും സ്കൂൾസും ആക്സെപ്റ്റ് ചെയ്യുന്ന എൻട്രൻസ് എക്സാം. അപ്പോ CAT-ലാവുന്ന സമയത്ത് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എടുക്കും, പിന്നെ ഈ IIMs എടുക്കും, പിന്നെ ബാക്കി വരുന്ന ഫസ്റ്റ് ടയർ ഓർ സെക്കൻഡ് ടയർ മോസ്റ്റ് ഓഫ് ദി ടോപ്പ് റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന സ്കോർ ഈ CAT ആണ്. പിന്നെ XLRIs ഒക്കെ എടുക്കുന്ന SAT ഉണ്ട്, XAT, പിന്നെ MAT ഉണ്ട്, CMAT ഉണ്ട്. നമ്മൾ ഒരു കോഴ്സിന് വേണ്ടി, ഒരു എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ എൻട്രൻസിന്റെയും പാറ്റേൺ സിമിലർ ആയതുകൊണ്ട് നമുക്ക് എല്ലാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന. ഞാൻ പറയുവാണെങ്കിൽ CAT-ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒപ്പം പ്രിപ്പയർ ചെയ്ത് ഒപ്പം എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഞാൻ CAT-ന് വേണ്ടിയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാൻ MAT-ഉം CMAT-ഉം എഴുതിയിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് CAT കുറച്ചും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. CAT-നാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്, പക്ഷെ ഡിഫിക്കൽട്ടി കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ടൈം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഏതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, ഏതൊക്കെ കൂടുതൽ സമയം എടുക്കും എന്ന് ഡിസൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ CAT-നെ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ്. അതേസമയം MAT-ഉം CMAT-ഉം ആണെന്നുണ്ടെങ്കിൽ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക എന്നുള്ളതാണ് MAT-ഉം CMAT-ന്റെയും ലക്ഷ്യം. അതേസമയം CAT ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു ഏത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണ്ട എന്നുള്ളത്. അപ്പോൾ CAT-ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈസി ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ CAT-ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മതി. അത്
നമ്മുടെ മാത്സിനാണെങ്കിലും സിമാറ്റിനാണെങ്കിലും ബാക്കിയുള്ള കോഴ്സസിനാണെങ്കിലും ബാക്കിയുള്ള എൻട്രൻസിനാണെങ്കിലും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈവൻ CUET-യുടെ എൻട്രൻസിനാണെങ്കിലും അത് യൂസ്ഫുൾ ആവും തോന്നുന്നു. ഞാൻ CUET-യുടെ പ്രോപ്പർ സിലബസ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഓക്കെ, BSc കഴിഞ്ഞ ആൾ MBA പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കമ്പയറിംഗ് ടു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഞാൻ MBA ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ ഒരുപാട് പേര് BSc ഫിസിക്സും BSc കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞിട്ട് MBA ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പോ ചില സബ്ജക്ട്സ് ഉണ്ടാവും. ഇപ്പോ BComന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന സബ്ജക്ട്സ്, ഇപ്പൊ ഫിനാൻസ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് വരുമ്പോ ആ സബ്ജക്ട്സ് ഒക്കെ ചിലപ്പോ കൊമേഴ്സ് പഠിച്ച ആൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതേസമയം ചില സബ്ജക്ട്സ് ഉണ്ട്, ഇപ്പൊ ഓപ്പറേഷൻസ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ഒക്കെ അങ്ങനത്തെ സബ്ജക്ട്സ് ഒക്കെ വരുന്ന സമയത്ത് കൂടുതലും BSc കഴിഞ്ഞവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്റെ കുറച്ച് ഫ്രണ്ട്സിനെല്ലാം അവർക്കായിരിക്കും കൂടുതൽ ആ എക്സാംസിലെല്ലാം സ്കോർ ചെയ്യാൻ പറ്റുന്നതും, പിന്നെ അവരുടെ തിങ്കിങ് തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അവര് കുറച്ച് നല്ല ഈ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഈ കൊമേഴ്സ് സ്റ്റുഡൻസിനേക്കാളും ബെറ്റർ ആയിരുന്നു BSc പഠിച്ച സ്റ്റുഡൻസ്. ഞാൻ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ ഇത് ഡിഫറെന്റ് ആയിരിക്കാം. പക്ഷെ BSc പഠിച്ചു എന്ന് കരുതിയിട്ട് MBA ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഈ BSc പഠിച്ചു കഴിഞ്ഞവർ തന്നെ ഇപ്പോ മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലൊക്കെ നല്ല കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എന്റെ കൂടെ പഠിച്ചവർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതൊന്നും ബുദ്ധിമുട്ടായിട്ട് എടുക്കണ്ട. ചില സബ്ജക്ട്സ് നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ചില സബ്ജക്ട് കുറച്ചുകൂടി ബാക്കി കൊമേഴ്സ് പഠിച്ചവരെക്കാളും എളുപ്പമായിരിക്കും. അപ്പൊ അത് വിചാരിച്ചുകൊണ്ട് MBA ടഫ് ആവുന്ന കരുതണ്ട. എല്ലാ MBA സ്പെഷ്യലൈസേഷൻസിനെയും സ്കോപ്പ് ഒന്ന് പറഞ്ഞു തരുമോ? ആക്ച്വലി ജനറൽ നമ്മൾ ഏത് ആയിട്ട് സ്പെഷ്യലൈസേഷൻ, അതെ, അത് ഏത് സ്പെഷ്യലൈസേഷൻ എടുത്താലും അതിനകത്ത് നമ്മൾ എങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് എല്ലാത്തിനും സ്കോപ്പ് ഉണ്ട്, സ്കോപ്പ് ഇല്ലായികയില്ല. അതിപ്പോ നമ്മള് ഇപ്പൊ ഏത് ഫീൽഡ് എടുക്കുകയാണെങ്കിലും ഒരു കമ്പനിയിൽ HR എന്ത് നിർബന്ധമായിട്ട് വേണം, മാർക്കറ്റിംഗ് ആണെങ്കിൽ അതെന്തായാലും വേണം, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാം ആവശ്യമുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ എല്ലാ ടൈപ്പ് ജോലിയും ഉണ്ട്. നമ്മളത് കണ്ടുപിടിച്ച് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുന്നതും നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിലാണ് കാര്യം. നമ്മളെങ്ങനെ മാർക്കറ്റിന് വേണ്ട രീതിയിൽ നമ്മളെങ്ങനെ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു, നമ്മളെ ഏതൊക്കെ സ്കില്ല് നമ്മൾ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് അതിന്റെ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ സ്പെഷ്യലൈസേഷനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും അതിന്റെ സ്കോപ്പും ഉണ്ട്. ഇപ്പോ US-ലാണോ? ഞാൻ ഇപ്പൊ US-ലല്ല, ഞാനിപ്പോ നാട്ടിലാണ്. ഞാൻ ഈ ഫ്രൈഡേ കേമൻ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് EY-ൽ ജോയിൻ ചെയ്യാനായിട്ട്. പോയി കഴിഞ്ഞാൽ സ്ഥിതി അറിയാത്തതുകൊണ്ടാണ് പോകുന്നതിന് മുന്നേയായിട്ട് തന്നെ ഈ ഒരു സെഷൻ വെച്ചത്. ഇയർ ഗ്യാപ്പ് ഇഷ്യൂ ആകുമോ? നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു പ്രശ്നമാവില്ല. നമ്മളതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇന്റർവ്യൂവറിന്റെ അടുത്ത് അത് ഒരു പ്രശ്നമാവാൻ നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനെ ഡീൽ ചെയ്യുന്നു അനുസരിച്ചിരിക്കും. വാട്ട് അബൌട്ട് ടൂറിസം? ടൂറിസം ആക്ച്വലി ഞാൻ ടൂറിസം പഠിച്ചവരോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് അധികം ധാരണയില്ല. അവിടെ എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ ഉണ്ടാവില്ലല്ലോ. ഇല്ല, അതൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ആ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും ഒരു നെറ്റ്വർക്കിംഗ് ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ നമുക്കൊരു സമ്മർ ഇന്റേൺഷിപ്പിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു പ്ലേസ്മെന്റിന് ട്രൈ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. ഞാൻ MBA ചെയ്യുന്ന സമയത്ത് സമ്മർ ഇന്റേൺഷിപ്പ് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ത്രൂ കിട്ടിയില്ല. അപ്പൊ ഞാൻ സെപ്പറേറ്റ് എന്റെ നെറ്റ്വർക്ക് ത്രൂ ആണ് ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ കൊച്ചിയിൽ ഒരു ട്രേഡിംഗ് ഫേമിലാണ് ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് ചെയ്തത്. അത് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് വേറെ റെക്കമെൻഡേഷൻസിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഞാൻ ലിങ്ക്ഡിൻ ത്രൂ തന്നെ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പൊ ഇപ്പൊ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ടൂറിസം ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ
ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ഫീൽഡിൽ ഇപ്പോ MBA ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരായിട്ട് ഇൻഡസ്ട്രിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. MBA PGDM ഡിഫറൻസ് ഒന്ന് പറയാമോ? ഓക്കെ, സോ ഒരു യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, ഒരു MBA പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അത് MBAയും ഒരു AICT ആണെന്ന് തോന്നുന്നു, അല്ല AICTയോ CMAT കണ്ടക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്, ഓൾ ഇന്ത്യ, ഞാൻ അത് മറന്നുപോയി. അവര് അഫിലിയേറ്റ് ചെയ്യുന്ന കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവരുടെ MBA യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് അല്ലാത്ത എല്ലാ കോഴ്സസും അവർ PG ഡിപ്ലോമയാണ്. ഇതിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഈവൻ നമ്മുടെ IIMs പോലും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് PGDM ആണ്. അത് ഈവൻ ഡിപ്ലോമ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ അതിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കുറച്ചും കൂടിയും ഈ കോഴ്സ് കരിക്കുലം കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കും എല്ലാ വർഷവും. അപ്പൊ കുറച്ചുകൂടി PGDM MBA സുപ്പീരിയർ ആണോ എന്ന് ചോദിച്ചാൽ, ഓക്കെ, ഈസ് MBA ഇന്റർനാഷണൽ ബിസിനസ് എ ഗുഡ് ഓപ്ഷൻ? സോ ഞാൻ പറയുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എല്ലാ സ്പെഷ്യലൈസേഷനും അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അതിനുവേണ്ടി ഇപ്പൊ ആ പെർട്ടിക്കുലർ ഫീൽഡിൽ വരുന്ന ഇൻഡസ്ട്രിയുടെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മളത് എങ്ങനെ നമ്മുടെ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളതിൽ ആണ് കാര്യം. ഇപ്പോ നമുക്ക് മേ ബി നമ്മൾ എടുക്കുന്ന കോഴ്സ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം, ചിലപ്പോ കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡോ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് സെയിം ടൈം നമുക്ക് ഈ MBA ചെയ്യുന്ന അതേ സമയം നമുക്ക് പുറത്ത് സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചെയ്യാം. ഇപ്പൊ ഉഡമിയിലോ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മൾ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത്. അബ്രോഡ് MBA കുറിച്ച് ഒന്ന് പറയാമോ? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. GMAT എക്സാം ഈ പറഞ്ഞ പോലെ നമുക്ക് പുറത്തേക്ക് MBA അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് GMAT എക്സാം എഴുതാവുന്നതാണ്. അതിന്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും അതിന്റെ പ്ലേസ്മെന്റും കാര്യങ്ങളും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. IGNOU MBA നല്ലതാണോ? എന്റെ അഭിപ്രായത്തില് MBA ഫുൾ ടൈം ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആളല്ലാത്ത സ്ഥിതിക്ക്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്, ഇപ്പൊ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാള് എന്തുകൊണ്ടും ഫുൾ ടൈം MBA ചെയ്യുന്നതായിരിക്കും ഡിസ്റ്റന്റ് MBA ചെയ്യുന്നതിനേക്കാളും നല്ലത്. ബിക്കോസ് MBA എന്ന് പറയുന്നത് തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. അപ്പൊ അതിന് നമുക്ക് ഫുൾ ടൈം ചെയ്യുന്നതിലൂടെ കിട്ടുന്ന പല അഡ്വാൻറ്റേജസും നമുക്ക് ഡിസ്റ്റൻസ് MBA ചെയ്യുമ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഡിസ്റ്റൻസ് MBA ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല. ജനറൽ MBA സ്പെഷ്യലൈസ്ഡ് MBA ഏതാണ് നല്ലത്? ഓക്കെ, ഈ ജനറൽ MBAയിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. ഈ ട്രഡീഷണൽ കോഴ്സസ് ആയിട്ടുള്ള ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഈ കോഴ്സസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ സ്പെഷ്യലൈസേഷൻസ് ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും ഈ ജനറൽ MBAയിൽ വരുന്ന സമയത്ത്. ഇപ്പൊ ഞാൻ ചെയ്തത് ജനറൽ MBA ആയിരുന്നു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അതില് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ്. സ്പെഷ്യലൈസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഇതിൽ പെടാത്ത ടൂറിസം, ബിസിനസ് അനലിറ്റിക്സ് ഒക്കെ ആയിരിക്കും. ഇത് ഈ ഇപ്പൊ നമ്മൾ സ്പെഷ്യലൈസ്ഡ് MBA ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നമ്മള് ഫസ്റ്റ് ഇയർ മുതലേ നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് കൂടുതലുണ്ടാവും. അപ്പോ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ എക്സ്പോഷർ ഈ സബ്ജക്റ്റിലേക്ക് ആദ്യം മുതലേ കിട്ടും. 2 വർഷം മുഴുവനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ സ്പെഷ്യലൈസേഷനിലായിരിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയൂ. ഞാനിപ്പോ ജോയിൻ ചെയ്തുകൊണ്ട് കേൾക്കാത്തയാണോ എന്ന് അറിയില്ല. ഓക്കെ, സോ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ MBA ചെയ്തത്. അവിടെ 3 MBA പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് ജനറൽ MBA, അതിന് അഡ്മിഷൻ അവര് ആക്സെപ്റ്റ് ചെയ്യുന്നത് CAT സ്കോർ ആണ്. പിന്നെ ബാക്കി 2 വരുന്നത് ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റും പിന്നെ ബിസിനസ് അനലിറ്റിക്സും. ഈ 2 കോഴ്സിനും CUET മതിയാവും. CAT സ്കോർ അല്ല ആക്സെപ്റ്റ് ചെയ്യുന്നത്. CMAT കോളേജസ് നല്ലതാണോ? ഓക്കെ, ചില യൂണിവേഴ്സിറ്റീസോ ചില B സ്കൂൾസോ പല എൻട്രൻസിന്റെയും സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ CMATൽ വരുന്ന മിക്കവാറും എല്ലാ കോളേജസിലും ഫീസ് കുറച്ച് കൂടുതലായിരിക്കും.
പിന്നെ കോളേജിന്റെ റാങ്കിങ്ങും പിന്നെ അത് വരുന്ന കാറ്റഗറി അനുസരിച്ചിരിക്കും അവിടുത്തെ MBA. നല്ല കോളേജസും ഉണ്ട്, മോശം കോളേജസും ഉണ്ട്. നമ്മളൊരു കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ പഠിച്ച സ്റ്റുഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ അലുമിനി ആയിട്ടോ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഈ ഇവരുടെ മാർക്കറ്റിങ്ങിലും, നമ്മളിപ്പോ കാറ്റോ അല്ലെങ്കിൽ സിമാറ്റോ ഏത് എൻട്രൻസ് എഴുതിക്കോട്ടെ, നമ്മൾ ഒരുപാട് കോളേജസ് നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു ക്യാമ്പസ് ഉണ്ട്, ഇങ്ങനെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാർക്കറ്റിംഗ് കോൾസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിലൊന്നും വീഴാതെ അവിടെ പഠിച്ച സ്റ്റുഡൻസിനോടും ചോദിച്ച് പിന്നെ അതിന്റെ റാങ്കിങ്ങും പിന്നെ അലുമിനൈസിനോടൊക്കെ കണക്ട് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും ഒരു കോളേജ് ഡിസൈഡ് ചെയ്യുന്നതിൽ നമുക്ക് നല്ലത്. വേറെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? അതോ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു സംശയം വരുവാണെങ്കിൽ അബയുടെ എന്റെ കോണ്ടാക്ട് നമ്പർ മേടിച്ച് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ MBA കോളേജിനെ പറ്റിയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ എനിക്ക് പറയാൻ അറിയാത്തത്, ആക്ച്വലി ഞാൻ 2018 ഞാൻ MBA ചെയ്യുന്നത്. ഞാൻ 2017 കാറ്റ് എക്സാം എഴുതി. അപ്പൊ ആ സമയത്തായിരുന്നു ഞാൻ കൂടുതൽ കോളേജസിനെ പറ്റി റിസർച്ച് ചെയ്തിരുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായതുകൊണ്ട് എല്ലാം അങ്ങ് ഓർമ്മയില്ല ഏത് കോളേജസ് ആയിരുന്നു നല്ലത്. ഇപ്പോ പിന്നെ റാങ്കിങ്സ് പിന്നെയും മാറിയിട്ടുണ്ടാവും, പിന്നെ അവിടുത്തെ കോഴ്സസ് മാറിയിട്ടുണ്ടാവും. ഇപ്പൊ എനിക്കത് ക്ലിയർ ആയിട്ട് കോളേജസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിന് കുറച്ചുകൂടി നന്നായി ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി 4 വർഷം ഡെലോയിറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ 4 വർഷം ഞാൻ എൻജോയ് ചെയ്താണ് അവിടെ വർക്ക് ചെയ്തത്. ആദ്യത്തെ ഒരു വർഷം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ബിക്കോസ് ആ സമയത്താണ് കോവിഡ് വന്നത്. ആ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ വിർച്വലി ആണ് ജോലി തുടങ്ങിയത്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് ട്രെയിനിങ്ങിന്റെ സമയത്തും പിന്നെ ജോലി തുടങ്ങിയ സമയത്തും ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം യൂസ് ടു ആയി, പിന്നെ ഓഫീസിലേക്ക് തിരിച്ചു വന്നു. കോർപ്പറേറ്റ് ലൈഫ് ടാസ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ് കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഇഷ്ടമാണ്. കോർപ്പറേറ്റ് വർക്ക് കൾച്ചർ നല്ലതാണ്. ഇപ്പൊ ഞാൻ ഡെലോയിറ്റിൽ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ കൾച്ചറാണ് ആക്ച്വലി എടുത്തു പറയാനുള്ളത്. അവിടെ നമുക്ക് ആരെയും പേരെടുത്ത് വിളിക്കാം. അത് കമ്പനിയിൽ ഏത് പൊസിഷനിലുള്ള ആളെയാണെങ്കിലും നമുക്ക് പേരെടുത്ത് വിളിക്കാം. നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. നമ്മൾ ഈവൻ ഒരു എൻട്രി ലെവൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും അറ്റൻഷനും കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അതില് എനിക്ക് ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല കോർപ്പറേറ്റ് ലൈഫിൽ. കോർപ്പറേറ്റ് ലൈഫ് ഓക്കെയാണ്. എനിക്ക് ആക്ച്വലി ഒരു എന്റെ പ്ലാൻ ബി ആയിട്ടുണ്ടായിരുന്നതായിരുന്നു PhD ഇൻ മാനേജ്മെന്റ്. ഞാൻ അതുകൊണ്ട് നെറ്റ് എഴുതിയിരുന്നു. ഇപ്പൊ നമുക്ക് MBA ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേസമയം തന്നെ അക്കാഡമിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നെറ്റിന് ട്രൈ ചെയ്യാം. നെറ്റ് വൺസ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെക്ചർഷിപ്പിനോ അല്ലെങ്കിൽ കോളേജസിൽ MBA കോളേജസിലാണെങ്കിലും ഇപ്പൊ BCom-നാണെങ്കിലും നമുക്ക് പഠിപ്പിക്കാനായിട്ട് വിത്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് B സ്കൂൾസിൽ പോലും നമുക്ക് പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഞാൻ എന്റെ ഡിഗ്രി വരെ ഞാൻ പഠിച്ചത് കേരളത്തിലായിരുന്നു, തൃശ്ശൂരായിരുന്നു. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് കേരളത്തിന് പുറത്തേക്ക് പോകുന്നതും പിന്നെ ഞാൻ ഒരു 6 വർഷത്തോളം എന്റെ വർക്ക് 4 വർഷമായിട്ടും പിന്നെ 2 വർഷം MBA പഠനകാലത്തും ഞാൻ ഹൈദരാബാദ് തന്നെയായിരുന്നു. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നല്ലൊരു കോളേജാണ് MBA ചെയ്യാനായിട്ട്. MBA ചെയ്യാനായിട്ട് അല്ല, ഏതൊരു അവിടെ ഓഫർ ചെയ്യുന്ന ഏതൊരു കോഴ്സും നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, വലിയ ക്യാമ്പസ് ആണ്. ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു പ്രോപ്പർ സിറ്റിക്കകത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ സിറ്റിയിലുള്ള ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഒരു കമ്പനിയെ നമ്മൾ റിക്രൂട്ട്മെന്റിന് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വരാനും റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്താനും അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ്, ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ്മെന്റ് കോർഡിനേറ്റർ ആയിരുന്ന സമയത്ത് അത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു കമ്പനി ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തായാലും ഇപ്പൊ ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് സ്പീക്കറെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അപ്പൊ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എപ്പോഴും. ഞാനാണ് സ്പെഷ്യലൈസേഷന്റെ കാര്യം ചോദിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോർ പേപ്പേഴ്സും പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നേരിടേണ്ടി വരുന്ന ചാലഞ്ചസും നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കേണ്ട സ്കിൽ സെറ്റ് എന്തൊക്കെയാണ്? ഓക്കെ. സോ ഇപ്പൊ ഞാൻ ഫിനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിരുന്നു. ഡെവലപ്പ് സ്പെഷ്യലൈസേഷൻ ആണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ജനറൽ MBA ഓഫർ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ രീതി. അപ്പൊ ഫിനാൻസ് ആയിരുന്നു എന്റെ മേജർ മൈനർ എന്നില്ല, എങ്കിൽ കൂടെ എനിക്കൊരു താല്പര്യം ഫിനാൻസിൽ സ്പെഷ്യലൈസ് ചെയ്യാനായിരുന്നു. അപ്പോ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഫിനാൻസ് ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് എക്സൽ യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ആ സമയത്ത് ഞാൻ MBA ചെയ്യുന്നതിന് കൂടെ തന്നെ ഞാൻ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ഈ ഉഡമിയിലും കോഴ്സറിയിലും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് ആക്ച്വലി അഡീഷണൽ സ്കില്ലാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. നമ്മളിപ്പോ MBA നമുക്ക് കോർ പേപ്പേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഈ ഫിനാൻസിൽ തന്നെ നമുക്ക് മേജർ പേപ്പേഴ്സ് ഒക്കെ അതിൽ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യും. അത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് സ്കിൽസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു ജോലിക്ക് ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജോബ് മാർക്കറ്റിൽ ചെല്ലുന്ന സമയത്ത് അവർ നോക്കുന്നതും നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ഈ ടെക്നിക്കൽ സ്കിൽസ് ആണ്. നമ്മളിതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ എപ്പോഴും ആ ഇൻഡസ്ട്രിക്ക് വേണ്ട സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. നമ്മളിപ്പോ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ ഈ സ്പെഷ്യലൈസേഷന്റെ കൂടെ തന്നെ ഏതൊക്കെ സ്കില്ലാണ് അഡീഷണൽ ആയിട്ട് അക്വയർ ചെയ്യേണ്ടത് നോക്കിയിട്ട് അത് സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ചെയ്തില്ലെങ്കിൽ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് എവിടെന്നെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, HCU, പോണ്ടി അല്ലാതെ പ്ലേസ്മെന്റ്സിന്റെ കാര്യം എനിക്കിപ്പോ അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. ഞാൻ 2018 നോക്കിയ സമയത്ത് HCM പോണ്ടിയും ആയിരുന്നു പ്ലേസ്മെന്റ് ആണെങ്കിലും കോഴ്സ് ഫ്രെയിം വർക്ക് ആണെങ്കിലും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത്. ഇപ്പൊ വേറെ പുതിയ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണെന്ന് എനിക്കിപ്പോ വലിയ ധാരണയില്ല. അത് അന്വേഷിക്കേണ്ടതാണ്. AMU, ജാമിയ പ്ലേസ്മെന്റ്സ് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റഡ് അല്ല ഞാൻ. എനിക്ക് തോന്നുന്നു ഈ AMU അല്ലെങ്കിൽ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി ഏത് ബി സ്കൂളിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചാലും അവരുടെ വെബ്സൈറ്റിൽ മിക്കവാറും പ്ലേസ്മെന്റ് ഡീറ്റെയിൽസും മീഡിയൻ പാക്കേജും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമെന്ന്. അത് നോർമലി അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് അവരുടെ പ്ലേസ്മെന്റ് പ്രോസ്പെക്ടസിൽ അത് ഉണ്ടാവും. അത് ഈവൻ റിക്രൂട്ടേഴ്സ് പോലും എടുത്തു നോക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അത് നിങ്ങൾക്കും എടുത്തു നോക്കാം. മിക്കവാറും എല്ലാ ബി സ്കൂളിനും എല്ലാ MBA കോളേജസിനും ഒരു പ്ലേസ്മെന്റ് പ്രോസ്പെക്ടസ് ഉണ്ടാവും അവരുടെ വെബ്സൈറ്റിൽ. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ തന്നെ കിട്ടുന്നതാണ്. എനി മെസ്സേജ് ഫോർ സ്റ്റുഡൻസ്. ഓക്കെ. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്തിട്ട് നമുക്കത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയണ്ട. നമുക്ക് വേറെയും എൻട്രൻസ് എക്സാംസ് ഉള്ളത് കൊണ്ട് അതും ട്രൈ ചെയ്യുക. ഇപ്പൊ ഈവൻ CAT ആയിരിക്കും എനിക്ക് തോന്നുന്നു ആദ്യം വരുന്നത്. ഇപ്പൊ നമ്മുടെ 2020 ഇപ്പൊ 2025 അഡ്മിഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ വർഷത്തെ 2024 നവംബറിൽ വരുന്ന CAT എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ ഇപ്പൊ CUET ആയാലും MAT, CMAT പോലുള്ള എൻട്രൻസ് എക്സാം എല്ലാം വരുന്നത് അതിനുശേഷമാണ്. അപ്പൊ നമുക്ക് നമ്മൾ ഒരെണ്ണത്തിന് പ്രിപ്പയർ ചെയ്താൽ ബാക്കി എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ CAT-ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെയിം നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ മൾട്ടിപ്പിൾ എൻട്രൻസ് എക്സാം എഴുതാൻ ശ്രമിക്കുക. ഡു വെൽ. ഹൈദരാബാദ് ഹോസ്റ്റലിലായിരുന്നു. അതെ, ഞാൻ ഹോസ്റ്റലിലായിരുന്നു.
ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ ഹോസ്റ്റൽ ഫീസ് ഒക്കെ വളരെ കുറവാണ്. ഹോസ്റ്റലിന് നമുക്കൊരു സെമസ്റ്ററിന് 500 റുപ്പീസ് ആയിരുന്നു ഞാൻ 2018 ചെയ്യുന്ന സമയത്ത്. പിന്നെ മെസ് ഫീസ് സെപ്പറേറ്റ് ആയിട്ട്. സോ നമ്മള് പുറത്ത് വല്ല ബി സ്കൂളിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1-2 lakhs ഒക്കെ ഹോസ്റ്റൽ ഫീസ് ആയിട്ട് സെപ്പറേറ്റ് അവര് അഡ്മിഷൻ സമയത്ത് തന്നെ മേടിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ആ സമയത്ത്. നോട്ട് ഷുവർ ഹൗ മച്ച് ഇറ്റ് ഇസ് നൗ, ബട്ട് യാ, ഹോസ്റ്റലിലാണ് നല്ലതായിരുന്നു ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയില്. MBA ഓർ PGDM ആണ് നല്ലത്. സോ രണ്ടിന്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലായിരിക്കും MBA ചെയ്യുന്നത്, അല്ലെങ്കിൽ MBA കോഴ്സസ് ഒക്കെ ചെയ്യുന്നത്. PGDM ആകുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലും ഒരു ബി സ്കൂളിലായിരിക്കും ചെയ്യുന്നത്. അതിന്റെ ഡിഫറൻസ് എന്തായാലും PGDM ചെയ്യുമ്പോൾ ഉണ്ടാവും. ഫുഡൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഫുഡെല്ലാം നല്ല തന്നെയായിരുന്നു. ഒരുപാട് മലയാളികൾ പഠിക്കുന്ന മിക്കവാറും എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും ഒരുപാട് മലയാളികൾ പഠിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുഡ് ഒരു ഫാക്ടർ ആയിരുന്നില്ല. MBA ചെയ്യുമ്പോൾ ഏജ് ഒരു പ്രശ്നമല്ല. ബിക്കോസ് ഈ MBA ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. അപ്പോ അത് നമുക്ക് ഏത് ഏജിലും ചെയ്യാവുന്നതാണ്. ഇപ്പോ പലരും ഇപ്പൊ ഇന്ത്യയിലാണ് ആൾക്കാർ കൂടുതലും നമ്മളൊരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് നേരെ MBA ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവരും വർക്ക് എക്സ്പീരിയൻസിന് ശേഷം ഒരു 3-4 years ഓഫ് എക്സ്പീരിയൻസിന് ശേഷമാണ് ആൾക്കാർ MBA ചെയ്യുന്നത്. അപ്പോ ഏജ് ഒരു പ്രശ്നമല്ല എന്നാണ് എൻ്റെ ഒരു അറിവില്. എന്റെ കൂടെ തന്നെ പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു MBA ചെയ്യുന്ന സമയത്ത്. 25 ആണ് ഏജ് കറന്റ്ലി, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതിലൊരു പ്രശ്നമില്ല. നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് MBA ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നമ്മൾ MBA കാണുന്ന ഒരു കാഴ്ചപ്പാട് ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് പോകുന്ന ഒരാൾക്ക് കുറച്ചും കൂടിയും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ആണ് ഒരു MBA ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കും. ഏജ് ഒരു പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഡിഗ്രി CGPA പ്ലേസ്മെന്റ് ഇഷ്യൂ ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചില കമ്പനീസ് ലൈക്ക് ഡെലോയിറ്റ്, TCS ഒക്കെ അവര് പറയുന്ന ഒരു കട്ട് ഓഫ് ഉണ്ട്. 60% ആണെന്ന് തോന്നുന്നു. നോട്ട് ഷുവർ. ചില കമ്പനീസ്, എല്ലാ കമ്പനീസും അങ്ങനെ മാർക്ക് നോക്കുന്നില്ല. ചില കമ്പനീസ് ഒരു മിനിമം റിക്വയർമെന്റ് പറയുന്നുണ്ട്. ഡിഗ്രി ഓർ +2 ഓർ എല്ലാ ഒരു ത്രൂ ഔട്ട് ദി സ്റ്റുഡന്റ് ലൈഫ് നമുക്കൊരു പെർട്ടിക്കുലർ പെർസെന്റേജ് മിനിമം ഉണ്ടായിരുന്നു എന്ന് നോക്കുന്ന കമ്പനീസും ഉണ്ട്, നോക്കാത്ത കമ്പനീസും ഉണ്ട്. അപ്പോ അതൊരു പ്രശ്നമാവാൻ വഴിയില്ല. അത് കൺസിഡർ ചെയ്യാത്ത കമ്പനീസും പ്ലേസ്മെന്റിന് വരും. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടായാലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്റെ LinkedIn പ്രൊഫൈൽ ഉണ്ട്, ഗോകുൽ ഗിരീഷ് M. അവിടെ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി +2 10th കട്ട് ഓഫ് എത്ര? ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ ഈ MBA ഇൻവൈറ്റ് ഒരു പ്രോസ്പെക്ടസ് അവർ എല്ലാ വർഷവും ഇടുന്നതാണ്. അപ്പൊ അതില് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് ഡിഫറെന്റും ആണ്. OBCക്ക് വരെ ഡിഫറെന്റ് കാറ്റഗറി ഡിഫറെന്റ് പെർസെന്റേജസ് കട്ട് ഓഫ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയില്. പക്ഷെ ഞാൻ അതും അപ് ടു ഡേറ്റ് അല്ല. സാർ പറഞ്ഞ പോലെ തന്നെ CVT മാത്രം ആക്കണ്ട. ഇതിന് ശേഷം കാറ്റ് ഇപ്പം 2024 എക്സാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ഡിസംബറിലാണ് എക്സാം കഴിഞ്ഞിട്ടുള്ളത്. CMAT ഇപ്പം ഈ ഫെബ്രുവരിയിൽ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. CMAT എനിക്ക് തോന്നുന്നത് വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ജൂലൈയിലും കൂടെ ഒന്ന് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം CVT മാത്രം ആക്കണ്ട, മാക്സിമം യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് എക്സാംസ് കവർ ചെയ്യാം, നല്ല യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നേടുകയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് പറയാനുള്ളത് തന്നെയാണ്, CVT കിട്ടിയിട്ടില്ല വിചാരിച്ച് നിരാശപ്പെടുന്നു വേണ്ട. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പല എക്സാംസ് ഉള്ളതുകൊണ്ടാണ്.
അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്നാൽ നിങ്ങൾ കരിയർ നന്നായിട്ട് പോകട്ടെ. എന്തായാലും പ്ലേസ്മെന്റും കാര്യങ്ങളും നല്ലൊരു യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് നല്ലൊരു സ്കൂൾ നോക്കിയിട്ട് എന്തെങ്കിലും അഡ്മിഷൻ എടുക്കുക. സോ ഇത്രയും നേരം സ്റ്റുഡൻസ് ഏകദേശം പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇത്രയും നേരം നമുക്ക് ഏകദേശം 1 hour-ഓളം നമ്മളെ മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന കരിയറായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയെ ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഇപ്പം സോ നമുക്ക് ഈ ഒരു ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത ഗൂഗിൾ സാറിന് പ്രൊഫസറിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും താങ്ക്സ്. ആൻഡ് ഓൾസോ ഈ ഒരു മീറ്റിംഗ് ഏകദേശം 25 സ്റ്റുഡൻസ് ജോയിൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. അപ്പം എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു മീറ്റിംഗ് വളരെ വിജയമായി തന്ന എല്ലാ സ്റ്റുഡൻസിനും വളരെ നന്ദിയുടെ പ്രൊഫസറിന്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് നമുക്ക് വേണ്ടി ആക്കാം. ഓക്കെ, അഗൈൻ താങ്ക് യു സർ, താങ്ക് യു അലോട്ട്. സോ Thank you, and all the best for your exams.